ഗേൾസ് വെൽക്കം ബാക്ക്. എടാ എല്ലാവർക്കും എജുപോട്ട് സ്വാഗതം. ഒരുപാട് മക്കൾ നമ്മളെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും നേരിൽ കാണുമ്പോഴൊക്കെ ചോദിച്ചിരുന്ന ചോദ്യമാണ്, പക്ഷേ 10ാം ക്ലാസ്സിൻ്റെ SSLC അടുത്ത് എത്തിയിട്ടുണ്ട്, മോഡൽ തുടങ്ങാൻ പോവാണ്, പക്ഷേ പ്രീ മോഡൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഏത് പാഠത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, വെയിറ്റേജ് കൂടുതൽ പാഠമെന്ന് പറഞ്ഞുതരുമോ, അതിൽ തന്നെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും പക്ഷേ പരീക്ഷയ്ക്ക് വരിക, ഇങ്ങനത്തെ ഒരുപാട് ആകുലതകളുമായിട്ട് നമ്മൾ നിരന്തരം കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മുന്നിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SCRT പുറത്തിറക്കിയിട്ടുള്ള മോഡൽ സെറ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാ, നമ്മുടെ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള SCRT ഒഫീഷ്യൽ വെയിറ്റേജ് നമുക്ക് അടുത്ത് വന്നിട്ടുണ്ട്. സോ അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബയോളജിയുടെ 6 പാഠങ്ങളിൽ നിന്നും ഓരോ പാഠത്തിൻ്റെ വെയിറ്റേജ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആയതിന് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഏത് പാഠത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇനി പഠിക്കേണ്ടാത്ത പാഠമുണ്ടോ, ഒഴിവാക്കിയാൽ A+ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മളിന്ന് സെറ്റ് ചെയ്യും. സോ മക്കൾസ് പെട്ടെന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക, നമ്മൾ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ബയോളജി എക്സാമിന് പ്രിപ്പറേഷൻ ഏതുവരെയൊക്കെ ആയിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് പക്ഷേ കുറേയൊക്കെ റെഡിയാണ്, സ്കൂളിൽ മോഡലിന് പഠിക്കുന്നുണ്ട്, പ്രീ മോഡൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട്, ഒരു ഗ്രീൻ സിഗ്നൽ, അതല്ല പക്ഷേ ഒന്നും കൂടി ഒക്കെ ആവണം, കുറച്ചൊക്കെ അറിയാം. ഇങ്ങനെയാണെന്നെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട്, ഒന്നും അറിയില്ല മാഷെ 3G ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിലവാരം എത്രത്തോളം ഉണ്ട്, അതുപോലെ അത് ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ മക്കൾസ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോകാം കേട്ടോ. എന്താണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താ ബയോളജിയിൽ? ജനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലേ. ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നാളെയുടെ ജനിതകം, ജീവന്റെ ജനിതകം. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിക്കുന്നത് 6 മാർക്കിനായിരിക്കും. 15% ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 15% വരാൻ പോകുന്നത് ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് 6 മാർക്കിന്. റെഡി അല്ലേടാ? എന്നാൽ രണ്ടാമത്തെ പാഠമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠം. നോക്കിയല്ലേ, ഏതാണ്? പാർട്സ് ഓഫ് എവല്യൂഷൻ. 8 മാർക്കിന്, അഥവാ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 20% 20% ഇദ്ദേഹമായിരിക്കും. നമ്മുടെ പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിൻ്റെ വഴികൾ എന്ന പാഠത്തിൽ നിന്നായിരിക്കും 8 മാർക്ക്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പാഠവും ഇദ്ദേഹമാണ് കേട്ടോ. സോ ഇയാളൊന്ന് കാര്യത്തിൽ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം. റെഡിയില്ലടാ? പിന്നെ മൂന്നാമത്തെ പാഠമാണ് ബിഹൈൻഡ് സെൻസേഷൻ. ബിഹൈൻഡ് സെൻസേഷനിൽ നമ്മുടെ കണ്ണിൻ്റെ, ചെവിയുടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവികളുടെ സെൻസ് ഓർഗൻസ് വരുന്ന ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ളത് നോക്കണം. 7 മാർക്ക് സാധ്യതയുള്ള ഒന്നിൽ ഓർമ്മപ്പെടുത്താണ് ചോദിക്കാൻ പോകുന്നത്. 7 മാർക്കിനായിരിക്കും, അഥവാ 70.5 അല്ലെങ്കിൽ 17% ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മൂന്നാം പാഠം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ബിഹൈൻഡ് സെൻസേഷൻ, സംവേദങ്ങൾക്ക് പിന്നെ. ആൻഡ് നാലാമത്തെ പാഠം കീമോ റിസപ്ഷൻ ഓർഗാനിസം, അതും 7 മാർക്കാണ്, 17% അവിടെ നിന്ന് ചോദിക്കുക. ജീവികളിൽ രാസസംവേദനം. അഞ്ചാമത്തെ പാഠം പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, ഇവിടെ നിന്നും 7 മാർക്കിന്. ഒരുപാട് മക്കളുണ്ടല്ലോ, സാറേ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠം 5ാം പാഠം ആയിരിക്കൂലേ എന്ന് പറഞ്ഞിരുന്നില്ലേ. നമ്മൾ ആ പാഠത്തിൻ്റെ വലുപ്പവും കട്ടിയൊക്കെ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മുടെ 5ാം പാഠത്തിനായിരിക്കും എന്നുള്ളത്. പക്ഷേ ഒഫീഷ്യൽ നമ്മുടെ വെയിറ്റേജ് വന്നപ്പോൾ എത്രയാടാ? അതിന് 7 മാർക്ക് മാത്രമേ വെയിറ്റേജ് ഉള്ളൂ. നല്ലൊരു കാര്യം അല്ലേ. 17.5% കവർ ചെയ്യുക. അടുത്ത മക്കളെ, ബയോളജി ആൻഡ് ടെക്നോളജി, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. എടാ 5 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. സാറേ 5 ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ തള്ളി കളയരുത്. കാരണം ഈ പാഠങ്ങളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറച്ചുള്ളൂ. അങ്ങനെ 5ാം പാഠവും 6ാം പാഠവും തമ്മിൽ കമ്പയർ നോക്കിയാലേ എത്രയോ ഡിഫറൻസ് ഉണ്ട്. ഈ കുഞ്ഞു പാഠത്തിൽ നിന്നും 5 മാർക്ക് വരുന്നുണ്ടെങ്കിൽ എടാ ഉറപ്പിച്ചോ, നിങ്ങളിത് എന്ത് വില കൊടുത്ത് പഠിച്ചിരിക്കണം. ആ കുറച്ച് പോർഷന് എന്തായാലും 5 മാർക്ക് കിട്ടും. സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. റെഡി അല്ലേടാ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്കിൻ്റെ വെയിറ്റേജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താ മക്കളെ? നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്, അതല്ല മാഷ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേണ്ടത്, എന്നാൽ അത് നിങ്ങൾക്ക് എന്താണോ മക്കളെ ഞങ്ങളിൽ നിന്ന് വേണ്ടത്. എജുപോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ബയോളജിക്ക് A+ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എടാ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അതുപോലെ തന്നെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോഴത്തെ ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇനി അതല്ല മാഷ് അങ്ങ് ബേസിന് ഒന്ന് സെറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എടാ താഴത്തോടെ ഇങ്ങനെ സ്ക്രോൾ പോകുന്നുണ്ട്, എജുപോട്ടിൻ്റെ ക്രാഷ് ബാച്ച് ദ എൻഡ് ഗെയിം.
ക്രാഷ് ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാത്തവർക്ക് ഇപ്പം ജോയിൻ ചെയ്യുക. നമ്മോട് കൂടെ എജുപോണ്ട് കൂടെ ഫുൾ A+ നേടാൻ വേണ്ടി പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.